എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹാൻഡ് എംബ്രോയിഡറിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കുറച്ചധികം ലീഫ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്റ്റിച്ചസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 5ഓളം ലീഫ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്റ്റിച്ചിനെ പറ്റി പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പ് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. സൂചിയിൽ ഇതേപോലെ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ പകുതി അല്ലെങ്കിൽ പകുതിക്ക് കുറച്ച് മുകളിലായിട്ട് ഇതേപോലെ സെൻറ്ററിൽ സൂചി കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക. അതായത് നമ്മൾ നേരത്തെ സെൻറ്ററിൽ എടുത്ത പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത പോയിൻറ്റിലേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻറ്ററിലേക്ക് നമ്മൾ ആ ത്രെഡ് സെൻറ്ററിലേക്ക് എടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുക. ഇതുപോലെ നമ്മൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് കറക്റ്റ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. അതായത് ഗ്യാപ്പുകളില്ലാതെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വരിക. അതായത് നമ്മൾ തുന്നുന്നതിനനുസരിച്ചിട്ട് സെൻറ്ററിൽ വരുന്ന പോയിൻ്റ് താഴോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുക. ഒപ്പം നമ്മൾ ലെഫ്റ്റിലായാലും റൈറ്റിലായാലും കൊടുക്കുന്ന സ്റ്റിച്ചസ് കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പ് തന്നെ കൊടുക്കുക. ഗ്യാപ്പുകളില്ലാതെ ഫില്ല് ചെയ്തെടുക്കുന്ന ഈ ഒരു സ്റ്റിച്ചിനെയാണ് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ചാണ് ഞാൻ പറയാം, ഫിഷ് ബോൺ സ്റ്റിച്ച്. അതായത് നമ്മൾ ചെറിയ ലീഫല്ല, അത്യാവശ്യം വലിയ ലീഫ്, അതായത് ഡീറ്റെയിൽഡായിട്ട് വരുന്ന ലീഫുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതും ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ സെൻറ്റർ പോയിൻറ്റിൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിന് തൊട്ടടുത്ത സൈഡിൽ നിന്ന് എടുക്കുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സൈഡ് കംപ്ലീറ്റ് ചെയ്യുകയല്ല, ഒരേ സമയം നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ഗ്യാപ്പുകളില്ലാതെ കംപ്ലീറ്റ് ചെയ്തെടുത്ത് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് പരിചയപ്പെടാം. രണ്ടാമത്തെ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന്, അതായത് താഴേന്ന് മുകളിലേക്ക് ഇതേപോലെ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. നൂല് കോർത്തെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഏകദേശം ഒരു സെൻറ്ററിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇതേപോലെ ഒരു പോയിൻ്റ് എടുത്തു. ആ പോയിൻറ്റിന് നേരെ പാരലായിട്ട് നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ വേറൊരു പോയിൻറ്റിലേക്ക് ഇതേപോലെ കുത്തിയിട്ട് ത്രെഡ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് വരുന്ന ആ ഭാഗം പിന്നെ മുകളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിൽ പോലും ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചൊന്നുമല്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ പിന്നെ നമ്മൾ മുകളിലേക്ക് എടുത്തു. അപ്പോൾ ഇതുപോലെ ഒരു ക്രോസ് മാർക്കായി. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത പോയിൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ഏകദേശം പാരലായിട്ട് ഇതുപോലൊരു പോയിൻ്റ് എടുക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും സ്ക്രീനിൽ നന്നായിട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത അതേ പോയിൻറ്റിലേക്ക് ഇതേപോലെ സൂചിയിൽ നൂല് കോർത്തെടുക്കുക. അപ്പോൾ ഇത് രണ്ട് സൈഡിലും, അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതേപോലെ ആംഗിൾ വൈസ് രണ്ട് സൈഡിൽ ഇതേപോലെ ഒരു പോയിൻ്റ് കിട്ടി. എന്നിട്ട് മുകളിലേക്ക് ഒന്നും കൂടി ഇതേപോലെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ആ പോർഷൻ, അതായത് മുകളിലെ പോർഷനും ഒപ്പം തന്നെ നമ്മുടെ താഴത്ത് വരുന്ന പോർഷനും ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്യാപ്പുകളില്ലാതെ കവർ ചെയ്ത് വരുന്ന ഒരു സ്റ്റിച്ചിനെയാണ് നമ്മൾ റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഹാർഡായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും ഇത് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിനേക്കാളും വളരെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നൊരു സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒത്തിരി ലീഫൊക്കെ എടുത്ത് കാണിക്കുന്ന സ്റ്റിച്ചസും ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് പ്രിഫർ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ചെറിയ ലീഫുകളും കാര്യങ്ങളൊന്നും കാണിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്കും പെർഫെക്ഷനിൽ വരുന്നൊരു സ്റ്റിച്ചാണിത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ ചെയ്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നൊരു സ്റ്റിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ സ്പീഡൊന്നും കൂട്ടാതെ നോർമൽ സ്പീഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു രീതിയിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ 1-2 വട്ടം ചെയ്ത് നോക്കുക. ഒരു റഫായിട്ടൊരു തുണി എടുത്തിട്ട് ഒരു 1-2 വട്ടം അല്ലെങ്കിൽ ഒരു 3-4 വട്ടമൊക്കെ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് കൈ ഒന്ന് വഴങ്ങി കിട്ടുന്നത്. അല്ലാതെ ആദ്യം തന്നെ ചിലപ്പോൾ ഇത്ര എളുപ്പത്തിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു 3-4 വട്ടം ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ ചെയ്യുമ്പോഴായാലും ശരി താഴെ ചെയ്യുമ്പോഴായാലും ശരി ഗ്യാപ്പുകളില്ലാതെ അടുത്തടുത്ത് തന്നെ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്റ്റിച്ചിന് ഏത് സ്റ്റിച്ചായാലും ശരി ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ച്. സ്റ്റിച്ചിൻ്റെ പേരാണ് റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോ കാണാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ച്, റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് 2 സ്റ്റിച്ചസും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റിച്ച് പരിചയപ്പെടാം. മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ പേരാണ് റേസ്ഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച്. ഹെറിൻ ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ ബേസിക് ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റേസ്ഡ് ഹെറിൻ ബോൺ ആണ്. നേരത്തെ നമ്മൾ ചെയ്തത് രണ്ടും മുകളിൽ നിന്ന് താഴോട്ടേക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് താഴ്ഭാഗത്ത് ചെറിയൊരു പോർഷൻ ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സെൻറ്ററിൽ ഇതേപോലെ നമ്മൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ, അതായത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇതേപോലെ നമ്മൾ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഇതേപോലെ സൂചി കുത്തിയെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിലൂടെ സൂചി കടത്തിയെടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി മുകളിലേക്ക് ഇതേപോലെ ത്രെഡ് കുത്തിയിട്ട് താഴോട്ടേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ആദ്യം താഴെ ചെറിയൊരു ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ത്രെഡ് പാരലലായിട്ട് കൊടുത്തു, സെൻറ്ററിൽ കറക്റ്റ് പാരലലായി കൊടുത്തു. എന്നിട്ട് മുകളിൽ സൂചി കുത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ത്രെഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് മുകളിലേക്ക് ഒന്നുകൂടി കുത്തി കൊടുത്തു. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഷേപ്പ് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ റേസ്ഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതായത് താഴെ ഒരു പോർഷൻ മാത്രം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആ പോർഷനിലൂടെ ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ കടത്തിയെടുത്തിട്ട് നമ്മൾ ലീഫിൻ്റെ ഒരു ഷേപ്പ് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ റേസ്ഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും, ഇതിൽ ഡിഫിക്കൽട്ടും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ആ ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, ജസ്റ്റ് ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കണം, ഇത്രയേ ഉള്ളൂ ഇതിൽ. അല്ലാണ്ട് ഇതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. ചെയ്ത് വരുമ്പോൾ ആ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ആ ലീഫിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ത്രെഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ത്രെഡ് വല്ലാതെ നമ്മൾ ടൈറ്റാക്കിയിട്ടും പിടിക്കാൻ പാടില്ല, എന്നാൽ വല്ലാണ്ട് അയച്ചിട്ടിട്ടും പിടിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പോർഷൻ ഇങ്ങനെ ലോങ് ആയിട്ടിരിക്കുന്നതല്ലേ. മറ്റേ സ്റ്റിച്ചിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുന്നൽ വരുന്നുണ്ടായിരുന്നു, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തുന്നലുകൾ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അയഞ്ഞിരിക്കുമ്പോൾ ലൂസായി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഓവർ ടൈറ്റാക്കി പിടിക്കരുത്. ഓവർ ടൈറ്റാക്കി പിടിക്കുമ്പോൾ തുണിൻ്റെ ഷേപ്പ് മാറിയുമ്പോൾ ഒന്ന് ഓവർ ലൂസാക്കിയിട്ട് വിടരുത്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരാണ് റേസ്ഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റിച്ച്. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റിച്ച് പരിചയപ്പെടാം. നാലാമത്തെ സ്റ്റിച്ച് ഇതിനോടകം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. നമ്മൾ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ നോർമൽ പാരലലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഫ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ഇതേപോലെ ത്രെഡ് പാരലലായിട്ട് എടുത്തു. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു സൈഡ് കവർ ചെയ്യാം. ആദ്യം ഒരു സൈഡ് മൊത്തം ആയിട്ട് ഇതേപോലെ ഗ്യാപ്പുകളില്ലാതെ, ഏത് സ്റ്റിച്ചിനാണെന്നുണ്ടെങ്കിലും ഗ്യാപ്പുകളില്ലാണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. സാറ്റിൻ സ്റ്റിച്ചിൽ പ്രത്യേകിച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയുന്നൊരു സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പുകളില്ലാതെ പാരലലായിട്ട് ലീഫിൻ്റെ അതേ ഷേപ്പ് സെൻറ്ററിൽ നിന്നൊരു പോർഷനൊക്കെ ആദ്യം ഫുള്ളായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ആ ലീഫിൻ്റെ ഷേപ്പ് കറക്റ്റ് വന്നതിന് ശേഷം അടുത്ത പോർഷൻ സെൻറ്ററിൽ നിന്ന് അടുത്ത ഭാഗം കൂടി കവർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടകം നമ്മൾ ഒത്തിരി വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വലിയ ലീഫൊന്നും ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ചെറിയ പോർഷൻ അതല്ലെങ്കിൽ ചെറിയ ലീഫിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിക്കാം. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളിത് 5 എണ്ണവും ചെയ്ത് നോക്കുക. 5 എണ്ണവും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ശരിക്കൊരു ലീഫിൻ്റെ ഷേപ്പായിട്ട് വരുന്നത് അല്ലെങ്കിൽ ലീഫായിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച്. ഇനി നമുക്ക് 5ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റിച്ച് ലീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണെന്ന് നമുക്ക് നോക്കാം. ആ 5ാമത്തെ സ്റ്റിച്ചിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൈ സ്റ്റിച്ച്. ഫ്ലൈ സ്റ്റിച്ചും ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലീഫിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പാരലലായിട്ട് ഇതുപോലൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ ത്രെഡ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഓപ്പോസിറ്റ് ഇതേപോലെ ഒരു വി ഷേപ്പിൽ ഓൾറെഡി നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുപോലൊരു വി ഷേപ്പിലെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട്, ഇത് ലീഫ് ചെയ്യുന്നതാണല്ലോ, അതിനെക്കൊണ്ട് ചെറുതായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു നമ്മൾ വരച്ചിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ താഴോട്ടേക്ക് ഇതേപോലെ ഒരു പോയിൻ്റ് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ഒരു വി ഷേപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ലീഫിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഇതേപോലെ 2 ഡയറക്ഷനിലും ഒരേപോലെ വരുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഒരു പോയിൻ്റ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് കണ്ടിന്യൂഷനായിട്ട് ചെയ്ത് വരുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരേ സമയം ലെഫ്റ്റും റൈറ്റും നമ്മൾ ആ ലീഫിൻ്റെ ഷേപ്പ് കവർ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ സെൻറ്ററിൽ ചെറിയൊരു പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ഫ്ലൈ സ്റ്റിച്ച് നമ്മൾ ബോർഡർ സ്റ്റിച്ചായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ലീഫ് ആയത് കാരണം നമുക്ക് ഗ്യാപ്പ് ഇട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്ക് അടുപ്പിച്ച് ചെയ്യുമ്പോഴല്ലേ ആ ലീഫിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അടുപ്പിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന സ്റ്റിച്ചിനെയാണ് ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതേ സെയിം ഒരു മെത്തേഡിൽ അവസാനം വരെ 2 സൈഡിൽ ലീഫിൻ്റെ ഒരു ഷേപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള സ്റ്റിച്ചസിനെ പറ്റി പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഈ 5 എണ്ണവും ചെയ്ത് നോക്കുക. ചെയ്താൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 3-4 തവണ ഇത് ചെയ്ത് നോക്കുക. റഫായിട്ടുള്ളൊരു തുണിയിൽ 3-4 തവണ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഏത് സ്റ്റിച്ചാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ലീഫുമായിട്ട് വരുന്നതെന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ എംബ്രോയ്ഡറിയിലെ എല്ലാ സ്റ്റിച്ചസും കുറച്ചായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.